തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതായി തോന്നിയ ഒരു സന്ദേശമാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഞാൻ ശരി, നീ തെറ്റ്. ഒരിക്കലൊരു രാജാവ് തൻ്റെ രാജ്യത്തെ ജയിൽ കാണാനായിട്ട് പോയി. ആ ജയിലിൽ ഏതാണ്ട് 20ഓളം പേരുണ്ടായിരുന്നു. അവരോരോരുത്തരെയുമായി രാജാവ് കണ്ട് സംസാരിക്കുകയാണ്. അവരോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഈ ജയിലിലായത്? അവരൊരാൾ പറഞ്ഞു, എൻ്റെ കുറ്റം കൊണ്ടൊന്നുമല്ല, ചിലർ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, ദുരാരോപണമാണ്, എന്നെ ചതിച്ചതാണ്. ഇങ്ങനെ ആ ജയിലിലുള്ള 19 പേരും ഏതാണ്ട് ഈ രീതിയിലാണ് പറഞ്ഞത്. ഞാൻ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, എന്നെ ചിലർ കുടുക്കിൽ ആക്കിയതാണ്, ചതിച്ചതാണ്, ചിലർ തെറ്റിദ്ധരിച്ചതാണ്, ജഡ്ജിമാർ തെറ്റായി വിധിച്ചതാണ്. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ശരി എന്ന് പറയാനാണ് അവർ ശ്രമിച്ചത്. 20ാമത്തെ ആൾ, അതിൽ 20ൽ ഒരാൾ, അയാളോട് രാജാവ് ചോദിച്ച അവസരത്തിൽ അയാൾ പറഞ്ഞു, ഞാനൊരു മഹാപാപം ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി, അതിന് ശിക്ഷയായിട്ടാണ് ഈ ജയിലിൽ എത്തിയിരിക്കുന്നത്. രാജാവ് ഉടനെ തന്നെ പറഞ്ഞു, ഇത്രയും നീതിമാന്മാരായ ഈ 19 പേരുടെ കൂടെ മഹാഭാവിയായ താൻ കിടക്കുന്നത് ശരിയല്ല, തനിക്ക് ഇപ്പോൾ എൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് അയാളെ പുറത്തേക്ക് കൊണ്ടുപോയി അയാളെ രാജാവ് ജയിലിൽ നിന്ന് വിമുക്തനാക്കി മാറ്റി. ആ 20 പേരിൽ ഒരാൾ മാത്രമാണ് ഞാൻ തെറ്റ് ചെയ്തുവെന്ന് സമ്മതിക്കാൻ തയ്യാറായത്. ഒരുപക്ഷെ അവർ 20 പേരും ഒരുപോലെ കുറ്റക്കാരായിരിക്കാം, കുറ്റം ചെയ്തതിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ടവരുമായിരിക്കാം. സങ്കീർത്തനം 32:3 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ ശരീരം പോലും ക്ഷയിച്ചുകൊണ്ടിരുന്നു, എൻ്റെ സന്തോഷം മുഴുവനും വാർന്നുപോയി. സങ്കീർത്തനം 32:5 പറയുന്നു, ഞാൻ എൻ്റെ തെറ്റുകൾ ഏറ്റുപറയുമെന്ന് കർത്താവിനോട് പറഞ്ഞു, അവിടത്തോട് ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു, അവിടെ നിന്നെല്ലാം ക്ഷമിച്ച് എനിക്ക് ആനന്ദം നൽകി. പത്രോസിൻ്റെ ജീവിതത്തിൽ നമുക്കിത് കാണാനായിട്ട് പറ്റും. അദ്ദേഹത്തിനൊരു തെറ്റുപറ്റി, അദ്ദേഹം പുറത്തു പോയി കരഞ്ഞ് അദ്ദേഹത്തിന് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വീണ്ടും വരാനായിട്ട് പറ്റി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ശരി, നീ തെറ്റ് എന്നുള്ള ഈ ആശയം മാറിയിട്ട് നമ്മുടെ തെറ്റുകൾ എന്ന് നാം അംഗീകരിക്കാൻ തയ്യാറാകുന്നുവോ അന്ന് കുടുംബത്തിലെ പല വഴക്കുകളും തീരും. ഭാര്യ തെറ്റ്, ഭർത്താവ് ശരി, ഭർത്താവ് തെറ്റ്, ഭാര്യ ശരി, ഇങ്ങനെ സ്വയം ന്യായീകരിക്കാനുള്ള പ്രവണതയിൽ നിന്ന് മാറി നമുക്ക് നമ്മുടെ തെറ്റുകൾ ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും അംഗീകരിക്കാനായിട്ട് തയ്യാറാകാം. ദൈവം അതിനായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.